നമസ്കാരം. മീശമാധവനിലെ പിള്ളേച്ചനെ ചേക്കിലെ പിള്ളേര് കണി കാണിച്ചത് എത്ര പൊലിമയോടെയായിരുന്നു. 1 രൂപ തരാത്തവനെ 5 രൂപയ്ക്കുണർത്തി കണി കണി എന്ന് പറഞ്ഞ് നിരത്തി അങ്ങ് കാണിച്ചു കൊടുത്തു. അതോടെ ഭഗീരഥൻ പിള്ളയുടെ 1 അല്ല 5 വർഷമാണ് പോയി കിട്ടിയത്. ഇതുപോലെയാണ് ഈ പിണറായി സർക്കാരും നമ്മെ കണി കാണിക്കുന്നത്. ഇവരുടെ പിന്നാമ്പുറം കണ്ട് നമ്മുടെ 9 വർഷങ്ങളാണ് പോയി കിട്ടിയത്. അവർ ചേക്കിലെ പിള്ളേരെ പോലെ സാമാന്യ മനുഷ്യൻ്റെ മുമ്പിൽ പിന്നാമ്പുറം കാണിക്കുന്ന പണികളാണ് ചെയ്തു വരുന്നത്. ത്രിവിക്രമൻ ചോദിച്ചതുപോലെ ഇന്നവർ പിന്നാമ്പുറം കാണിച്ചെങ്കിൽ നാളെ ഉമ്മറം കാണിക്കാനും മടിക്കില്ല പിള്ളേച്ച. വിഷുപ്പുലരിയെ ധന്യമാക്കിയത് മന്ത്രി റിയാസിൻ്റെയും ഭാര്യയുടെയും പൂത്തിരി ആഘോഷമാണ്. അവരിരുവരും കമ്പിത്തിരി കത്തിച്ച് വട്ടം കറക്കി ലോകത്തെ പ്രകാശപൂരിതമാക്കി. അതുകണ്ട് കമ്മികൾ ആർത്തു വിളിക്കുന്നു, ആഘോഷിക്കൂ സഖാവേ, ചിലവന്മാരുടെ കുരു പൊട്ടട്ടെ എന്നാണ് ആശംസകൾ. ലോകം മുഴുവൻ ഇരുട്ടായാലും പിണറായിക്കും കുടുംബത്തിനും വെളിച്ചവും ആഘോഷവും സദ്യയും ഉണ്ടാകണമെന്ന് അവരാഗ്രഹിക്കുന്നു. ഇത്തരം അന്തം കമ്മികൾ ഹൃദയം മാത്രമല്ല തലച്ചോറും ശ്വാസനാളവും പണയം വെച്ച വർഗങ്ങളാണ്. നാട് മുടിഞ്ഞാലും മന്നനും മക്കളും മരുമകനും ഉല്ലസിക്കുന്നത് കാണുന്നതാണ് അവർക്ക് കമ്പം. പൂത്തിരി കത്തിച്ച് ഉല്ലസിച്ച തായ്ക്കണ്ട് വീണയ്ക്ക് പിന്നിൽ ഒരു പടക്കം പൊട്ടുന്നതും പാവം കുട്ടി നടുങ്ങുന്നതും ദൃശ്യത്തിൽ കാണാം. അപ്പോൾ ആ പാവം ഭർത്താവ് റിയാസ് ചോദിക്കുന്നു, ഭയന്നു പോയോ? തോക്കിൻ്റെയും വടിവാളിൻ്റെയും ബോംബിൻ്റെയും ഇടയിലൂടെ നടന്ന അച്ഛൻ്റെ മകൾക്ക് ഒരു പൊട്ടാസ് പൊട്ടിയപ്പോൾ ഇത്ര പേടിയോ? എന്തായാലും ഭാഗ്യം ചെയ്ത ഭർത്താവാണ് റിയാസ്. ഭാര്യയുടെ പേരിലുള്ള അഴിമതിക്ക് ഭർത്താവ് എന്ന നിലയിൽ റിയാസിന് മറുപടി പറയേണ്ടി വരുന്നതേയില്ല. പാർട്ടിയും അമ്മായിയച്ഛൻ്റെ അടിമകളും ചത്തുകിടന്ന് ന്യായീകരിച്ചു കൊള്ളും. ഓണത്തിന് ഭാര്യയെ ഊഞ്ഞാലാട്ടിയും വിഷുവിന് പടക്കം പൊട്ടിച്ച് പൂത്തിരി കത്തിച്ചും റിയാസിന് ഇങ്ങനെ കറങ്ങി നടന്നാൽ മതി. നാട്ടിലെ വിഷയങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. ആമസോൺ വനാന്തരത്തിൽ തീപിടിച്ചപ്പോൾ ദില്ലിയിലിരുന്ന് പ്രതിഷേധിച്ച പുള്ളിയാണ് ഈ പുതിയാപ്പിള. പക്ഷേ ഭാര്യയുടെ മാസപ്പടിയെപ്പറ്റി ചോദിച്ചാൽ പാരച്ചൂട്ടി കയറി ആകാശത്തേക്ക് കടന്നു കളയും. മധുരയിൽ ക്ഷേത്രദർശനം കഴിഞ്ഞ് കുറി തുടച്ച് സെൽഫി എടുത്ത വീണയെ പൂത്തിരി കത്തിച്ച് വിഷു ആഘോഷിച്ചതിന് പാർട്ടി വിലക്കാഞ്ഞത് ഭാഗ്യം. ക്ലിഫ് ഹൗസിൽ കമ്പിത്തിരി മത്താപ്പും വിഷുപ്പടക്കവും കണികാണലും സദ്യവട്ടങ്ങളും തകൃതി. സെക്രട്ടേറിയറ്റ് നടയിൽ ആശമാരുടെ ശയനപ്രദക്ഷിണവും മുടിമുറിക്കലും മൊട്ടയടിയും. CPO റാങ്ക് ലിസ്റ്റുകാരുടെ മൂകസമരവും ശോകജീവിതവും ഒറ്റക്കാലിൽ നിൽപ്പും. സർക്കസിലെ കോമാളികളെപ്പോലെ മുഖത്ത് ചായം തേച്ചാണ് അവരുടെ പ്രതിഷേധം. ഇതൊക്കെ കണ്ടെങ്കിലും കോയിത്തമ്പുരാൻ്റെ മനസ്സലിയുമെന്ന് കരുതിയ ഈ സാധുക്കളെ എന്തു പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കും? മന്ത്രി സജി ചെറിയാൻ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്നത് കേട്ടാൽ വയറ് നിറയും. ഇതുപോലെ മഹാനായ ഒരു പച്ച മനുഷ്യനില്ലത്രേ. കേരളത്തിലെ സാംസ്കാരിക മന്ത്രിയുടെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഇത്തരം പേട്ടുവർത്തമാനങ്ങൾ മാത്രമാണ്. ശിവൻകുട്ടിയാണെങ്കിൽ തറാ പറ പന എന്നല്ലാതെ ഇപ്പോഴും പറയില്ല. വല്ല കണക്കും വായിക്കേണ്ടി വന്നാൽ ഗുണന പട്ടിക വരെ അടിച്ചിളക്കിക്കളയും ഈ മനുഷ്യൻ. ഇറങ്ങുന്നതിന് മുമ്പ് വീണ ജോർജ് ക്യൂബയുമായി ചേർന്ന് എന്തിനൊക്കെ മരുന്ന് കണ്ടുപിടിക്കുമോ എന്ന് ഭയന്ന് രോഗാണുക്കളെല്ലാം വിറച്ചിരിപ്പാണ്. നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറയും പോലെ അഭ്യാസം കൊണ്ട് മാത്രം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയാണ് പിണറായി വിജയൻ. അദ്ദേഹം ഈ കസേരയിൽ അമരാൻ തുടങ്ങിയിട്ട് 3246 ദിവസം പിന്നിടുകയാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഈ വിഷു ആഘോഷിക്കണം. AKG സെൻറ്ററിലെ പാലച്ചോട്ടിൽ കണിയാൻ ഗണിച്ച വിഷുഫലമനുസരിച്ച് പിണറായിക്ക് സമയദോഷമാണ്. കൂടെ കൂടിയ കള്ളന്മാർ ഓരോരുത്തരായി പിടിക്കപ്പെടുന്നു. മകള് കാരണം മനോവിഷമം കൂടാനാണ് സാധ്യത. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും ഉറക്കം കുറയും, ചികിത്സ ഫലിക്കാതെ വരും. ലഗ്നാധിപനായ ശനി നീചരാശിയിലേക്ക് നീങ്ങുകയാണ്. എപ്പോഴും മരപ്പട്ടിയുടെ ദൃഷ്ടിയിലായിരിക്കും. നമസ്കാരം.